ഹലോ ഡിയേഴ്സ്, എൻ്റെ എല്ലാ കൂട്ടുകാരും അവിടെ ഉണ്ടല്ലോ. ഇന്ന് രാവിലെ ഞാൻ പ്രഷർ അടിച്ച് താഴെ വീഴാൻ പോയതായിരുന്നു. എന്ത് സംഭവിക്കും നിങ്ങൾക്കിനി വീഡിയോ ചെയ്യാൻ ഞാൻ കാണത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. സർവപ്രപഞ്ച ശക്തികളെ ഞാൻ വിളിച്ചു, സാഷ്ടാംഗം പ്രണമിച്ച് യാചിച്ചു. കാരണം പേടിയൊന്നുമില്ലെങ്കിലും വീട്ടിലാരുമില്ല. ആരുമില്ലാത്ത സമയത്ത് ഞാൻ മറിഞ്ഞ് കുളിക്കാൻ കയറിയതായിരുന്നു. മറിഞ്ഞ് കുളിപ്പരി വീണ് തലയാ ക്ലോസറ്റിലടിച്ച് ചത്ത് കിടന്നു കഴിഞ്ഞാൽ കതവ് തുറക്കാൻ പോലും ആരുമില്ല, വിളിക്കാനും ആരുമില്ല. അത്രയ്ക്ക് പണി എനിക്ക് കിട്ടിയായിരുന്നു ഗൈസ്. ഇനി ആരെങ്കിലും പ്രാവിയതാണ്. ഞാൻ ഉള്ളതുപോലെയൊക്കെ വിളിച്ച് പറയാം. അപ്രിയ സത്യങ്ങളെന്ന് പറയും. എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. എനിക്ക് ഒരുപാട് ശത്രുക്കളുമുണ്ട്. എന്നെ ഒട്ടും ഇഷ്ടമില്ലാത്തവരാണ് കൂടുതലും. ഇഷ്ടമേ അല്ല എന്ന് പറയാം. വളരെ ചുരുക്കം ചിലർ മാത്രമാണ്. അവർക്ക് ഇഷ്ടമാണെന്നൊന്നും നമുക്ക് എനിക്കറിഞ്ഞുകൂടാ. ചുരുക്കം ചില ആൾക്കാർ മാത്രം കാണാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മനുഷ്യപ്പറവയില്ല. അതുകൊണ്ട് ഓക്കെ ഗൈസ്, ഞാൻ ഇതൊന്നും പറയാനല്ല വന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും ആരും ഇല്ലാത്തവരുടെ അവസ്ഥ. ഇന്ന് പമ്പരം പോലെ കറങ്ങിയിട്ട് എന്താ പറയുക, ഫാനൊക്കെ ഹൈ സ്പീഡിൽ കറങ്ങുന്ന പോലൊരു കറക്കം. പ്രപഞ്ചശക്തികളെ വിളിച്ചില്ലെങ്കിൽ ഇവിടെ വേറൊന്നും ഇല്ല, എനിക്ക് വിളിക്കാൻ ആരുമില്ല. മലന്ന് വീണ് മണ്ടയടിച്ച് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും. പിന്നെ കൊണ്ടുപോയി എൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട വരും. കാരണം ഇവിടെ ആളില്ലാത്ത സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും അറിയാവോ? അതുകൊണ്ട് ഗൈസ്, അതുപോട്ടെ. അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ വീട്ടിനകത്ത് ആരും ഇല്ലാത്തപ്പോഴൊന്നും നമ്മൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം ഗൈസ്. അങ്ങനെ എൻ്റെ മൊട്ടത്തല കണ്ടോ? ഈ മൊട്ടത്തല എൻ്റെ പരിസരത്ത് ആരും അറിഞ്ഞിട്ടില്ല ഈ മൊട്ടത്തലയായെന്നും. ഞാനിങ്ങനെ മുടിയെടുത്ത് ഡൊണേറ്റ് ചെയ്യാൻ കൊടുത്തെന്നും ഒന്നും അറിയത്തില്ല. ബിക്കോസ് ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഒരു തൊപ്പി ഇങ്ങനെ വെച്ചിരിക്കും ഗൈസ്. അതുകൊണ്ട് ആർക്കും അറിയത്തില്ല. അധികം പുറത്തോട്ട് ഇറങ്ങത്തില്ല. ഇനി എന്നിത് വളർന്നു വരുമെന്ന് അറിയത്തില്ല. വളർന്നിങ്ങ് വന്നായിരുന്നെങ്കിൽ വീണ്ടും എനിക്ക് ഡൊണേറ്റ് ചെയ്യാമായിരുന്നു. ഞാനിത് ഡൊണേറ്റ് ചെയ്ത അതിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ബട്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇങ്ങനെയുള്ള പല സംഘടനകളുടെയും നമ്പർ നിങ്ങൾക്ക് കിട്ടും. അത് യൂസ് ചെയ്യുക. കാരണം ഞാൻ കൊടുത്ത നമ്പർ തന്നെ എനിക്ക് തരണം എന്നിട്ട് അങ്ങനെ വേണ്ടല്ലോ. ഇഷ്ടംപോലെ യൂട്യൂബിൽ ചാനലുകളുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് സെർച്ച് ചെയ്താൽ മതി. ഹെയർ ഡൊണേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് കിട്ടും. അതിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നീട് ഇനി കൂടുതൽ കാർക്കൂന്തൽ വളരട്ടെ, ഇത് കൂടുതൽ പേർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കണം. പിന്നെ ഈ മുടി മുറിക്കുമ്പോൾ ബ്യൂട്ടി പാർലറിൽ കൊണ്ട് ഈ മുടി മുറിപ്പിക്കുമ്പോൾ അവരോട് പറയണം ഇത് കണക്ക് ഡൊണേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അവർ റബ്ബർ ഇട്ടിട്ട് വേണം ഇതിനെ മുറിക്കാൻ. അല്ലാതെ ഇത് ഇങ്ങനെ വീണു. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഒരിക്കൽ മുറിച്ചപ്പോൾ ഇത് മൊത്തവും കൂടെ മുറിച്ചു. എനിക്കറിയത്തില്ലായിരുന്നു. ആഫ്റ്റർ ഞാൻ ഈ ഹെയർ കൊടുക്കുന്ന ഡൊണേറ്റ് ചെയ്യുന്നവരെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെയല്ല, ഇത് റബ്ബർ ഇടണം. റബ്ബർ ഇട്ടതിന് ശേഷം മുറിച്ച് വെച്ചിട്ട് അവരെ വിളിക്കണം. അവരെ വിളിക്കുമ്പോൾ അവർ ബാക്കി ഡീറ്റെയിൽസ് അഡ്രസ്സൊക്കെ തരും. നമ്മൾ പാക്ക് ചെയ്ത് അയക്കുക. അത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റേത് പറ്റില്ല. അപ്പം പറഞ്ഞത് ശ്രദ്ധിക്കണം. ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി മുറിച്ച് കഴിഞ്ഞാലും ഇങ്ങനെയാണ് അവരോട് പറയണം. ഇത് ഇന്ന ആവശ്യത്തിനുള്ളതാണ്, അത് റബ്ബറിട്ട് മുറിച്ച് തരും. ഒരുപാട് പേര് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം ഹെയറൊന്നും കൂടുതൽ വളർത്തുന്ന പെൺപിള്ളേരൊക്കെ വിരളമാണ്. മോഡലായിട്ടെല്ലാം വെട്ടിയിടുന്നവരാണ്. ഞാനും അങ്ങനെ. എനിക്കും വലുതായിട്ട് മുടി ഇങ്ങനെ ഒന്നും വളർത്തി വെക്കുന്നത് എനിക്ക് ഒട്ടും ഒരു താല്പര്യമില്ലാത്ത ആളാണ്. മുടി വളർന്നു വരുമ്പോൾ ഞാൻ ഇത് കണക്ക് ഡൊണേറ്റ് ചെയ്യണമെന്ന്. ഇപ്പം ഒരുപാട് മീഡിയാസ് ഉള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നീട് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ചാനലിൽ വന്നൊരു കമൻ്റ് ഇട്ട ഒരു കുട്ടി അത് ഫോൺ നമ്പർ ചോദിച്ചു. എനിക്ക് ഒരിക്കലും നമ്മൾ പബ്ലിക്കായിട്ട് എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല. അത് ഒരുപാട് പേര് കാണുന്നില്ലേ, നമുക്കറിയത്തില്ല. നിങ്ങളാരും ധൈര്യപ്പെടത്തില്ലെന്ന് എനിക്കറിയാം. പെൺപിള്ളേർ പ്രത്യേകിച്ചും നമുക്കതിൻ്റെ
അറിയാനൊക്കത്തില്ല. അത് പോട്ടെ. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഞാൻ മാത്രമൊന്നുമല്ല, എൻ്റെ കുടുംബത്തിനകത്തുള്ള പലരും, പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. പിന്നെ ഈ നമ്മളെ റേഷൻ അരിയൊക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കാർഡ് വെച്ച്. നമ്മളെ കേരളത്തിൽ ഇപ്പോഴും റേഷൻ കഴിക്കുന്നവരാ ഉണ്ട് ഒരുപാട് പേര്. അവർക്ക് ആ അരി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെയൊക്കെ പ്രായം ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മോളെ റേഷൻ അരി കഴിച്ച് ട്ട് നല്ലരി കഴിക്കാൻ കൊതിയുണ്ട് മോളെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 50 ചാക്ക് അരി, 50 ചാക്ക് അരി എന്ന് വെച്ചാൽ ഒരു ചാക്ക് 50 കിലോ വെച്ച്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഈ തളർന്ന് കിടക്കുന്ന ഒരു കാലും കൈയും തളർന്നൊക്കെ കിടക്കുന്ന പ്രായമുള്ളവർ, ഭർത്താവ് മരിച്ച പെൺപിള്ളേരുണ്ട്, സ്ത്രീകൾ ഇച്ചിരി പ്രായമുള്ളവരുണ്ട്, നിവർത്തിയില്ലാത്തവർ, അങ്ങനെയുള്ളവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് വിചാരിച്ച് ഞാൻ എൻ്റെ കയ്യിലിരുന്ന്, ഇതെല്ലാം വെള്ളിയാണ് ഗൈസ്, എൻ്റെ കയ്യിലൊന്നും സ്വർണ്ണമൊന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത് വിറ്റത്. ഏത് സ്വർണം എൻ്റെ കയ്യിലൊന്നുമില്ല, ഇത് സ്വർണ്ണമൊന്നുമില്ല, ഇത് വെറും വെള്ളിയാണ്, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ജ്വല്ലറിയിലെ. അപ്പോൾ ഞാൻ ഇനി എനിക്ക് എൻ്റെ മനസ്സിൽ ഇനി എനിക്കിതൊന്നും ആവശ്യമില്ല. ഇഷ്ടംപോലെ ആഭരണങ്ങളൊക്കെ ഇട്ട് ഞാൻ കൊതി തീർത്തതാണ്. എനിക്കിപ്പം ആഭരണം വെച്ചിട്ട് കാര്യമില്ല. പിന്നീട് ഒത്തിരി വിലയുണ്ടല്ലോ ഇപ്പം. 1 ഗ്രാം വിറ്റാൽ തന്നെ എങ്ങനായാലും ഒരു 9,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടും, 9 ചില്ലറ കിട്ടും. അപ്പം ഇനി ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ വരുമാനത്തിൽ നിന്ന് കിട്ടുന്നത്, എൻ്റെ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ വെച്ചിട്ട് എൻ്റെ അടുത്ത് തേടി വരുന്നവർക്കും എൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ചോദിക്കുന്നവർക്കും ഞാൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഗൈസ്. അത് ഞാനൊരിക്കലും വെളിപ്പെടുത്താൻ ആഗ്രഹിച്ച ഒരു കാര്യമല്ല, ആഗ്രഹിക്കുന്നുമില്ലായിരുന്നു. ബട്ട് ആർക്കെങ്കിലും പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞതാണ്. ഞാൻ ഒരിക്കലും ഒരു 2-3 ചാക്ക് അരിയൊക്കെ എടുത്തിട്ട് ഒരിക്കലും ഒരു വീഡിയോ എടുത്ത് ഞാനിങ്ങനെ കൊടുക്കുന്നു എന്നൊന്നും കൊടുക്കാൻ എനിക്കൊരു താല്പര്യമില്ല. ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ ആർക്കെങ്കിലുമൊക്കെ പ്രചോദനം വരുമ്പോൾ ഇന്നാരും കൊടുക്കുന്നില്ല. അത് കൊച്ചിയിലെ വീട്ടുകാർ ശീലിപ്പിക്കുന്ന ശീലങ്ങളാണ് കുഞ്ഞുങ്ങളെ. ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുക, വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകുമ്പം കുറച്ച് ചോറും കൂടെ കൊണ്ടുപോയി കൂട്ടുകാർക്ക് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്കൊരു തലയണ പോലത്തെ പുതിയ ചോറ് പൊതിയായിരുന്നു. ഇപ്പോഴും എൻ്റെ കൂട്ടുകാർ, പണ്ടത്തെ കൂട്ടുകാർ വിളിച്ച് ചിരിക്കുക. ഓക്കെ ഗൈസ്, അതൊക്കെ നമുക്ക് ചുറ്റിലുമുള്ള നമ്മൾ അധ്യാപകരും നല്ലവരായ ആൾക്കാരും മുതിർന്നവരും ഒക്കെ കുഞ്ഞിലേ ശീലിപ്പിക്കുന്ന ശീലങ്ങളാണ്. പിച്ചക്കാർ വരുമ്പം കയറി കതകടയ്ക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല ഗൈസ്. ഞാനത് ചെയ്യത്തുമില്ല, ചെയ്തിട്ടുമില്ല. ഇനി എനിക്ക് ചെയ്യാൻ ഇടവരുത്താതിരിക്കട്ടെ. ഞാനിച്ചിരി ചോറെങ്കിലും കൊടുക്കും. ഇത് ചെയ്തിട്ടെന്നും പറയുന്നില്ല, ഇത് കേൾക്കുന്ന കൊച്ചു തലമുറകൾ കാണും, അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇഷ്ടംപോലെ അമ്മമാരുണ്ട് എൻ്റെ ചാനൽ കാണുന്നത്. പിന്നീട് എനിക്കിത് ക്രെഡിറ്റ് പിടിക്കാനൊന്നും എനിക്കൊരു താല്പര്യമില്ല, എനിക്ക് വേണ്ടെന്നാനും. അത് ശരിയാവത്തില്ല ഗൈസ്. അതൊരിക്കലും ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയില്ലെന്നാണ്. ചെവിക്കുറ്റിക്കടി ഉണ്ടായാലും ശരി തന്നെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് അടി ഒരുപാട് കിട്ടുന്നുണ്ട്. അടി കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മളെ ചങ്കി തറയ്ക്കുന്ന വർത്തമാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, എനിക്കത് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എന്തായാലും എൻ്റെ ലൈഫിൽ ഞാൻ സന്തോഷകരമായിട്ട് ഇത്രയും കാലം ജീവിച്ച്, എനിക്ക് ജീവിക്കാനുള്ള അവസരം എൻ്റെ പ്രപഞ്ചശക്തികൾ തന്ന്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല വസ്ത്രങ്ങൾ ഞാൻ മേടിച്ചിട്ട് ഒരു 3-4 തവണ മാത്രമേ ഇടും. നല്ല ഡ്രസ്സായിരിക്കും, അത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കും. ഇത് പറയുന്നത് എനിക്ക് പൊങ്ങച്ചവും എനിക്ക് ക്രെഡിറ്റും ഒന്നും വേണ്ട, നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയത്തു പോലുമില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ജീവിച്ചിരിക്കുമ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഒരാളെങ്കിലും നമുക്ക് വേണ്ടി കരയാൻ കാണും. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മക്കളില്ല. എൻ്റെ കുടുംബത്തെ പലരും വയറ് വിശക്കുന്നവർക്ക് ചോറ് കൊടുക്കുന്നതും ആഹാരം കൊടുക്കുന്നതും കണ്ട് വളരാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അവരിൽ നിന്ന് കിട്ടിയ ഇതാണ്. അല്ലാതെ എനിക്ക് വലിയ സമ്പത്തോ എനിക്ക് ഭയങ്കര സാലറി കിട്ടുന്ന ജോലിയൊന്നുമില്ല. സാലറി കിട്ടുന്ന ജോലിയുണ്ട്, എനിക്ക് മേടിക്കാൻ പറ്റും. എനിക്ക് ഒരു വർഷം എനിക്ക് 5-6 ലക്ഷം രൂപ മേടിക്കാൻ പറ്റുന്ന, 5-6 കൂടുതൽ ഒരു 10 ലക്ഷം വരെ കിട്ടുന്ന ജോലി എനിക്കുണ്ട്. പക്ഷേ ഞാൻ ആ ജോലിയിൽ നിന്ന് വിട്ട് നിൽക്കുകയാണ്. കുറച്ച് നാളുകൊണ്ട് വിട്ട് നിൽക്കുകയാണ്. എനിക്ക് മേടിക്കാൻ പറ്റും. അപ്പം അത് പോട്ടെ. അങ്ങനെയുള്ളൊരു പ്രൊഫഷണൽ കോഴ്സാണ് ഞാൻ പഠിച്ചത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ വേറെ ആരിൽ നിന്നൊന്നും തെറ്റിദ്ധരിച്ച് കളയരുത്. ഓക്കെ ഗൈസ്, അപ്പം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നെങ്കിലും നമുക്ക് എല്ലാവർക്കും നേരിൽ കാണാൻ പറ്റണമെന്ന് പ്രപഞ്ചശക്തികളോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വെക്കുന്നു.
എല്ലാവരും കഴിവിൻ്റെ പരമാവധി നമ്മളെ വീട്ടിൽ അടുക്കളയിൽ ചോറ് എല്ലാവർക്കും വെക്കുമ്പം ഒരു പൊതി ചോറ് മാറ്റി വെച്ചിരുന്ന നമ്മളെ ജംഗ്ഷനിലൊക്കെ കാണും പിച്ചക്കാർ ആയിട്ടുള്ള യാചകരും വയറ് വിശക്കുന്നവരും. പിന്നെ ഇത് വലിയ വീട്ടിൽ തന്നെ ഉണ്ട് ഗൈസ്. ഇപ്പം ഒന്നും പറയണ്ട, വൃദ്ധരൊക്കെ കൂടുതലാണ് വീടുകളിൽ. അവർക്കും നല്ലോണം ആഹാരം കൊടുക്കാനൊന്നും പറ്റാതിരിക്കുന്നവരുണ്ട്. വലിയ വീട്ടിൽ കൊണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. വീടൊക്കെ വലുതായിരിക്കും. എൻ്റെ കാര്യം അത് തന്നെ ആയിരിക്കും. ഞാനും ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലോട്ട് പോകും. അതിന് ഉറപ്പാണ്, മക്കളില്ല. പിന്നെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് ജീവിക്കുന്നു, പ്രപഞ്ച ശക്തികൾക്ക് വിട്ടുകൊടുത്ത് ജീവിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. നന്മകൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ തലമുറയെ വളർത്തിയെടുക്കുക. എല്ലാ അമ്മമാരും എൻ്റെ ചാനൽ കാണുന്ന കൂടുതലും ലേഡീസാണ്. അപ്പോൾ അവർക്കെല്ലാം ഞാൻ അവരുടെ മക്കൾക്കും എല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കേട്ടോ.